സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ് അല്ലേ എവിടെ പോണ്? വെള്ളാങ്കണ്ണി. ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അന്നാസ് രുചിക്കൂട്ട്. ഫ്രണ്ട്സ്, അപ്പോൾ വീഡിയോയുടെ സ്റ്റാർട്ടിങ് ജാസ്മിൻ ചേട്ടൻ പറഞ്ഞത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. നമ്മുടെ യാത്ര വേളാങ്കണ്ണിയിലേക്കാണ്. അപ്പോൾ ഞങ്ങൾ 3 ഫാമിലി ആയിട്ടാണ് പോകുന്നത്. ഇതിനു മുമ്പുള്ള എൻ്റെ വീഡിയോസ് കണ്ടിട്ടുള്ളവർക്കറിയാം, എൻ്റെ ഗോവ ട്രിപ്പിലൊക്കെ ഞങ്ങൾ പോയ ആ സെയിം ഗ്യാങ്, അതായത് എൻ്റെ കസിൻ ചേട്ടനായ ജെർസി ചേട്ടൻ്റെ ഫാമിലിയും ജെർസിനെ കിരണ ചേച്ചി അവരുടെ ഫാമിലിയും അവരുടെ ഫാമിലി ഫ്രണ്ടായിട്ടുള്ള നിഷ ചേച്ചിയും സബാൻ ചേട്ടൻ്റെ ഫാമിലിയും കൂടിയാണ് ഞങ്ങൾ യാത്ര പോകുന്നത്. നമ്മുടെ എറണാകുളം സൗത്ത് റെയിൽവേ സ്റ്റേഷനിൽ സ്റ്റാർട്ട് ചെയ്യുന്ന എറണാകുളം കാരക്കൽ എക്സ്പ്രസ്സിലാണ് നമ്മൾ യാത്ര പോകുന്നത്. അപ്പോൾ രാത്രി 9:30 മണിക്കായതുകൊണ്ട് എല്ലാവരും ഫുഡ് കഴിച്ചിട്ടാണ് വന്നത്. അപ്പോൾ അധികം താമസിയാതെ നിന്ന് ഞങ്ങളെല്ലാവരും കിടന്നു. അപ്പോൾ 2 കമ്പാർട്ട്മെൻറ്റിലായിട്ടാട്ടോ ഞങ്ങൾക്ക് കിട്ടിയത്, 6 പേര്. അപ്പോൾ രാത്രിയായി എല്ലാവരും ഉറങ്ങുക. ഇനി നമുക്ക് രാവിലെ കാണാം, ബാക്കി കാഴ്ചകൾ രാവിലെ. ഫ്രണ്ട്സ്, ഇപ്പോൾ ഗുഡ് മോർണിംഗ്. ഞങ്ങൾ രാവിലെയായി, എല്ലാവരും എണീറ്റ്. കരൂർ എന്ന് പറഞ്ഞൊരു സ്റ്റേഷൻ കഴിഞ്ഞു. നമുക്ക് 10:30 എന്നാണ് നമ്മളുടെ ടൈമിങ് പറഞ്ഞിരിക്കുന്നത്. നോർമലി 10:30 എന്ന് പറഞ്ഞാലും നമ്മൾ നാഗപട്ടണത്ത് എത്തുമ്പോൾ 11 o'clock ഒക്കെ ആവും. പുതിയ രാവിലത്തെ ഒരു അന്തരീക്ഷമാണ് ഇപ്പോൾ കാണുന്നത്. എല്ലാവരും ഞങ്ങളുടെ എല്ലാവരും എണീറ്റു. ഓരോരുത്തരും ബ്രഷൊക്കെ ചെയ്ത് എല്ലാവരും റെഡി ആയിക്കൊണ്ടൊക്കെ ഇരിക്കുകയാണ്. ട്രെയിൻ ഫുള്ളാണ് കേട്ടോ, ഫുള്ള്. നമുക്ക് ടിക്കറ്റ്, ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് ടിക്കറ്റ് കൺഫേം അല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ റിസർവ് RACയിലായിരുന്നു വന്നത്. അതിൻ്റെതായ ചെറിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. കാരണം ഇപ്പോൾ ഈ ഒരു സീറ്റിൽ ഞാനും മോനും കൂടെ ആയിരുന്നു ഷെയർ ചെയ്ത് കിടന്നത്. അങ്ങനെയുള്ള കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. എന്നാലും കുഴപ്പമില്ല, നമ്മൾ മാതാവിൻ്റെ അടുത്ത് പോയിട്ടൊക്കെ വരാം. കുറച്ച് കഴിയുമ്പോൾ പിള്ളേരൊക്കെ കുറച്ച് നേരം അപ്പുറത്തൊക്കെ കിടന്ന് ഉറക്കമാണ് കേട്ടോ. ഇതിന് തൊട്ടടുത്ത കമ്പാർട്ട്മെൻറ്റിലാണ് ഞങ്ങൾക്ക് 6 പേർക്കുള്ള സീറ്റ് കിട്ടിയിരിക്കണം. അപ്പോൾ അവിടെ കുറച്ച് പേര് കിടന്ന് ഉറക്കമാണ്. അവർ എഴുന്നേറ്റിട്ടൊക്കെ വേണം ലൈറ്റായിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിക്കാം. നല്ലായിരുന്നു. വീഡിയോയ്ക്ക് വേണ്ടി പറയണല്ലോ, സത്യമായിട്ട് ഉണ്ണിയപ്പം നല്ലതാ. ചേട്ടാ ഉണ്ണിയപ്പം കാണിച്ചേട്ടാ, ഉണ്ണിയപ്പം കാണിക്ക്. ഫ്രണ്ട്സ്, കിരണ ചേച്ചിയുടെ വീടിൻ്റെ അപ്പുറത്തുള്ള ചേച്ചി ഉണ്ടാക്കി തന്ന ആനിച്ചേച്ചി ആനിച്ചേച്ചില്ലേ, ഹോം മെയ്ഡ് ഉണ്ണിയപ്പമാണ്. നല്ല സൂപ്പർ ഉണ്ണിയപ്പമായിരുന്നു. ഇപ്പോൾ പോകുന്ന വഴിക്ക് ഏതൊരു സ്റ്റേഷനിൽ നിർത്തിയായിരുന്നു. അപ്പോൾ അവിടെ എത്തിയപ്പോൾ സീഫൻ തന്നെ ഇറങ്ങി ഇതേ എല്ലാവരെയും ഞങ്ങളെയൊക്കെ ഷൂട്ട് ചെയ്തായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ രാവിലത്തെ ഫുഡ് ഞങ്ങൾ ബ്രെഡും ജാമും കൊണ്ടുവന്ന്, ഒരു ട്രെയിൻ യാത്ര ചെയ്തുകൊണ്ട് ലൈറ്റ് ഫുഡായിരുന്നു. നമ്മൾ എന്തായാലും ഒരു ഉച്ചയോടെ അവിടെ എത്തുമ്പോൾ അവിടെ നിന്ന് എന്തായാലും പോയി കുറച്ച് കാര്യമായിട്ട് കഴിക്കാം എന്ന് വിചാരിച്ച് എല്ലാവരും രാവിലെ ലൈറ്റ് ഫുഡായിരുന്നു. അപ്പോൾ അതേ ഞങ്ങൾ സംസാരിച്ചൊക്കെ ഇരുന്ന് യാത്ര ഇങ്ങനെ അതേ തുടർന്നുകൊണ്ടിരിക്കുകയാണേ. ഫ്രണ്ട്സ്, നമ്മളപ്പോൾ നാഗപട്ടണം റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ട് ഇവിടെ വരുമ്പോൾ ഒരുപാട് വണ്ടികൾ, ട്രാവൽസ്, ഇങ്ങനെ ഓട്ടോകളും ചെറിയ ചെറിയ വാനുകളും ഇതുപോലെയുള്ള ഒരുപാട് പേര് വന്ന് നമ്മളുടെ അടുത്ത് ഇങ്ങനെ വണ്ടിയുടെ ചോദിക്കും, വണ്ടി വേണോ ഓരോരുത്തരും ഓരോ റേറ്റ് പറയും. 1000 പറഞ്ഞ് ഇപ്പം ഏതോ റേറ്റിൽ ചേട്ടന്മാർ ഉറപ്പിച്ചിട്ടുണ്ട്. ഞാൻ എത്രയെന്നുള്ളത് നമ്മൾ ഒരു 12 പേർക്ക് ഇരുന്ന് പോകാനുള്ള ഒരു വണ്ടി കിട്ടി. അപ്പോൾ ഇതിലേക്ക് ഇതെല്ലാവരും നമ്മുടെ ലഗേജൊക്കെ കയറ്റിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഗൈസ്. ഇതിൽ കയറിയാണ് നമ്മളിനി വേളാങ്കണ്ണിക്ക് പോകുന്നത്. ഇവിടെ നിന്നൊരു 1 hour മിനിമം ട്രാവൽ ഉണ്ട്.
ഇപ്പോൾ ടൈം 11:03, 11 o'clock ആയി ഇപ്പോൾ ടൈം. അപ്പോൾ ഇവിടെ നിന്നാണ് നമ്മിഞ്ഞ് വേളാങ്കണ്ണിയിലോട്ട് പോകുന്നത്. പിന്നെ നമുക്ക് വേളാങ്കണ്ണി പോയിട്ട് ബാക്കി കാഴ്ചകൾ കാണാം. ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ ഹോട്ടൽ പിക്നിക്കിലാണ് വന്നിരിക്കുന്നത്. എല്ലാ റൂമും ഹോട്ടൽസും റൂം ബുക്ക്ഡ് ആണ് കേട്ടോ. ഇത് ഇവിടെ നമുക്ക് ലാസ്റ്റ് 246 ആണ് നമ്മുടെ റൂം. ഇപ്പോൾ ഇത് 245 നിഷിജ് സബാൻചാരനും ഫാമിലി എടുത്തിട്ടുണ്ട്. അപ്പുറത്തെ എൻഡിൽ ജെർസിൻ്റെ ഫാമിലി ഉണ്ട്. അപ്പോൾ ഇത് ഞങ്ങളുടെ റൂം ജസ്റ്റ് എല്ലാ റൂമും ഏകദേശം ഒന്ന് തന്നെ കേട്ടോ. അപ്പോൾ ഇതേ നമ്മുടെ റൂം കാണിച്ചു തരാം. ട്രിപ്പിൾ കോട്ടായിട്ടാണ് ബെഡാണ് കേട്ടോ നമ്മുടെ വരുന്നത്. ഇതാണ് നമ്മുടെ ബെഡ്. ഇതൊക്കെ വരുന്നത് കണ്ടോ. ഇവിടെ നമുക്കൊരു 3 പേർക്ക് കിടക്കാം ഈ വലിയ ബെഡിൽ. പിന്നെ ഇവിടെ ഒരാൾക്ക് കിടക്കാം. അപ്പോൾ ഞങ്ങൾ 4 പേർക്ക് കിടക്കാനുള്ള സൗകര്യമുണ്ട്. സൈഡിൽ നമുക്ക് ഫോണെല്ലാം വെക്കാനുള്ള ചെറിയൊരു ഇതുണ്ട്, ടേബിളുണ്ട്, ഫോണുണ്ട്. പിന്നെ AC ഉണ്ട്. ഇപ്പോഴത്തെ ചൂടിൽ AC ഇല്ലാതെ പറ്റില്ല. പിന്നെ ഇവിടെ നമുക്കൊരു ടീഫോയും 2 ചെയറുണ്ട്. പിന്നെ TV ഉണ്ട്. അവിടെ നമുക്ക് ഇവിടെ പോലെ നമ്മുടെ ഫോണും ഇതൊക്കെ ചാർജ് ചെയ്യാനുള്ള സംഭവങ്ങളുണ്ട്. ഇവിടെ നല്ലൊരു ഡ്രസ്സിങ് ടേബിൾ പോലെ നമുക്ക് സെറ്റ് ചെയ്തിട്ടുണ്ട്. നല്ല വലിയൊരു മിററാണ് വന്നിരിക്കുന്നത്. ഇവിടെ നമുക്കൊരു ഡോറുണ്ട്, നമ്മുടെ ഡ്രസ്സൊക്കെ വെക്കാനും നമുക്ക് പെട്ടി വെക്കണമെങ്കിലൊക്കെ പറ്റും. പിന്നെ വരുന്നത് ബാത്റൂമാണ്. ഒരു ആവറേജ് ബാത്റൂം, കുഴപ്പമില്ല. വാഷിംഗ് ബേസിൻ, ഇതാണ് ബാത്റൂം. അത്യാവശ്യം നമുക്കൊരു വലിപ്പമുള്ള ക്ലീൻ ആയിട്ടുള്ള ബാത്റൂം തന്നെയാണ് കേട്ടോ ഗൈസ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഹോട്ടൽ റൂം വരുന്നത്. അപ്പോൾ നമ്മൾ സൈഡിൽ ഇവിടെ പെട്ടിയൊക്കെ വെച്ച് വന്ന് കയറി എല്ലാവരും ടയേർഡാണ് കേട്ടോ. നമ്മളിപ്പോൾ ഹോട്ടലിൽ 11:40 ആയപ്പോൾ എത്തി. അതായത് ഒരു 45 മിനിറ്റ്സ് ആണ് നമ്മളുടെ വരുന്നത്. ടോട്ടലി നമുക്ക് നാഗപട്ടണം റെയിൽവേ സ്റ്റേഷനിൽ നമ്മുടെ ഇവിടെ ഹോട്ടലിലെത്താൻ. ഓക്കെ, അപ്പോൾ ഇനി ഞങ്ങളെല്ലാവരും ഒന്ന് ഫ്രഷ് ആയിട്ട് നമുക്ക് കാണാം. ഫ്രണ്ട്സ്, നമ്മൾ ഫ്രഷ് ആവാമെന്ന് വിചാരിച്ചു. പക്ഷേ കുളിക്കാനൊന്നും ആരും നിന്നില്ല. കാരണം എല്ലാവരും ടയേർഡായി, വിശക്കുന്നുണ്ടായിരുന്നു. രാവിലെ നമ്മൾ ബ്രെഡും ജാമും മാത്രമാണ് കഴിച്ച് വന്നത്. അപ്പോൾ 1 മണിയൊക്കെ കഴിഞ്ഞു. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും കഴിക്കാമെന്ന് വിചാരിച്ചു. നമ്മുടെ തൊട്ടടുത്തുള്ള കേരള റെസ്റ്റോറൻറ്റിലാണ് വന്നത്. അപ്പോൾ എങ്ങനെയുണ്ട് നോക്കാം. നിങ്ങളുടെ കഴിഞ്ഞാ ഫ്രണ്ട്സ്? ഇവർ ഞങ്ങൾ വരാതെ തന്നെ എഴുതി കഴിച്ച് ഇവർ തീരാറായി. വിശപ്പ് വന്നാൽ കണ്ണും മൂക്കും ഇല്ലയെന്ന് പറയുന്നത് ഇതാണല്ലേ. ഊണ് എങ്ങനെയുണ്ട്? നല്ലതാണോ? മിട്ടും ഡുഡും ചിക്കൻ ബിരിയാണിയാണ് ഓർഡർ ചെയ്തത്. ഞാൻ ഫിഷ് മീൽസ് ആണ് ഓർഡർ ചെയ്തത്. ഫിഷ് കറിയും ഫിഷ് ഫ്രൈ അല്ലല്ലോ അമ്മ പറഞ്ഞത്. ബിരിയാണി എങ്ങനെയുണ്ട്? ബിരിയാണി എങ്ങനെയുണ്ട്? ചോറ് കറി വീട്ടിന് ഇഷ്ടമായോ? ആവറേജ്. ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ കഴിച്ച റെസ്റ്റോറൻറ്റ് നമ്മുടെ താമസിക്കുന്ന ഹോട്ടൽ പിക്നിക്കിൻ്റെ തൊട്ടടുത്തുള്ളതായിരുന്നു. ഒരു ആവറേജ് ഫുഡാണ്. എനിക്ക് അങ്ങനെ അത്ര വലിയ അഭിപ്രായവും ഇല്ല. നോർമൽ ഫുഡ്, അങ്ങനെ വലിയ കറിയൊന്നുമില്ല. പിന്നെ ഇപ്പോൾ നമ്മുടെ റൂമിൽ നിന്ന് നോക്കിയാൽ കാണുന്ന കാഴ്ചയാണ്. നമ്മുടെ റൂമിൻ്റെ തൊട്ടടുത്താണ് മോർണിംഗ് സ്റ്റാർ ചർച്ച്. അപ്പോൾ ഇവിടെയായിട്ടാണ് നമ്മൾ താമസിക്കുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് കുറച്ചങ്ങോട്ട് പോകണം നമ്മുടെ മെയിൻ പള്ളിയിലോട്ട്. അതാണ് ആകെയുള്ളൊരു ബുദ്ധിമുട്ട്.
അപ്പോൾ ഇതേ ഞങ്ങൾ ഇനി കുറച്ച് നേരം റെസ്റ്റ് എടുത്ത് ഫ്രഷ് ആയി ഓരോരുത്തരും നിൽക്കാമെന്ന് ഓർത്തു. ഒന്ന് റെസ്റ്റൊക്കെ എടുത്തിട്ടാണ് നമ്മൾ ഇനി അടുത്ത യാത്ര. അപ്പോൾ ആ സമയം കൊണ്ട് ഇതേ നമ്മുടെ താമസിക്കുന്ന ഹോട്ടൽ പിക്നിക്കിൻ്റെ തന്നെ വേറൊരു ഗ്രൂപ്പാണ് സീ ഗേറ്റ്, തൊട്ടടുത്ത് തന്നെയാണ്. അപ്പോൾ അവിടെ സ്വിമ്മിംഗ് പൂൾ ഫെസിലിറ്റി ഉണ്ട്. അപ്പോൾ നമ്മളിവിടെ താമസിക്കുന്നവർക്ക് അവിടെ പോകാൻ പറ്റും. പെർ ഹെഡ് 100 റുപ്പീസാണ് ഒരാൾക്ക് 1 അവറിലേക്ക് പോകുന്നത്. അപ്പോൾ അതേ പിള്ളേർ 4 പേരും കൂടെ അവിടെ പോയിട്ട് സ്വിമ്മിംഗ് പൂളിൽ ഇറങ്ങണമെന്ന് പറഞ്ഞാൽ അവരൊന്ന് പോയി കുളിച്ചിട്ടൊക്കെ വരാമെന്നു പോയി. അപ്പോൾ അവിടുത്തെ ഒരു വ്യൂ ആണ് ഈ കാണുന്നത് സീ ഗേറ്റിൽ. സീ ഗേറ്റ് കുറച്ചും കൂടെ നല്ല പ്രീമിയം ഇതാണ്. അവിടെ നല്ല റൂം ഫെസിലിറ്റി, വില്ലാസ്, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ എല്ലാം ഫില്ലായിരുന്നു കേട്ടോ. നമ്മൾ കുറേ അന്വേഷിച്ചിട്ട് ലാസ്റ്റാണ് നമുക്ക് ഹോട്ടൽ പിക്നിക്കിലും കിട്ടിയത്. എന്നാലും കുഴപ്പമില്ല, അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു റൂമാണ് നമുക്ക് കിട്ടിയത് ഭാഗ്യത്തിന്. അപ്പോൾ ഇതാണ് ഇവിടുത്തെ കാഴ്ചകൾ, സ്വിമ്മിംഗ് പൂൾ കാഴ്ച. നല്ല സ്വിമ്മിംഗ് പൂളായിരുന്നു, പിള്ളേർക്കൊക്കെ ഇഷ്ടമായി. കുട്ടികൾക്ക് സെപ്പറേറ്റ് സെക്ഷൻ തന്നെ ഉണ്ടായിരുന്നു. അവരടിച്ച് പൊളിച്ച് അതൊക്കെ കഴിഞ്ഞ് വന്ന് അവർ കുളിച്ച് ഒന്ന് ഫ്രഷായി എല്ലാവരും ഒന്ന് റെസ്റ്റൊക്കെ എടുത്തിട്ടാണ് നമ്മൾ യാത്ര തുടങ്ങുന്നത്. ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇതേ വേളാങ്കണ്ണി വന്നു. എല്ലാവരും ഒന്ന് ഫ്രഷായി കുറച്ച് നേരം റെസ്റ്റൊക്കെ എടുത്തു. നല്ല വെയിലാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ എല്ലാവരും റെഡിയായി. അപ്പോൾ ഇന്നത്തെ ഫസ്റ്റ് ഞങ്ങളുടെ ഔട്ട്ഫിറ്റ് ഇതാണ്. ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ ഇന്ന് ഒരു ദിവസം, നാളെ ഞങ്ങൾ വൈകിട്ട് തിരിക്കും. സാധാരണ ഞങ്ങൾ 2 ദിവസം എടുക്കാറ്, 2 ദിവസം സ്റ്റേ ചെയ്യാറുണ്ട് വേളാങ്കണ്ണിൽ. പക്ഷേ ഈ പ്രാവശ്യം ഞങ്ങൾ അങ്ങനെ ചെയ്യുന്നില്ല. കാരണം എല്ലാവർക്കും കുറച്ച് തിരക്കും വേഗം പോകേണ്ട ആവശ്യമുള്ളതുകൊണ്ട് ഒരു ദിവസം രാത്രി നമ്മൾ സ്റ്റേ ചെയ്ത് പിറ്റേ ദിവസം പോകാം എന്നുള്ള രീതി. അപ്പം അത് ഞങ്ങൾ ഫസ്റ്റ് എക്സ്പീരിയൻസ് ചെയ്തത് എങ്ങനെ ഞങ്ങൾ എല്ലാ പള്ളിയിലും കവർ ചെയ്യും, അതൊക്കെയാണ് ഈ വീഡിയോസിൽ ഞാൻ നിങ്ങളിൽ ഇൻക്ലൂഡ് ചെയ്താന്ന് വിചാരിച്ചത്. അപ്പോൾ ആദ്യം എല്ലാവരും റെഡിയായി, പിള്ളേരൊക്കെ റെഡിയായി. അപ്പോൾ അവരും ഫാമിലി റെഡിയായി വിടും. അപ്പോൾ 4 o'clock എല്ലാവരും ഇറങ്ങാമെന്ന് വിചാരിച്ചു. നല്ല വെയിൽ കണ്ടിട്ട് ഇറങ്ങാൻ നല്ല മടിയുണ്ട്. എന്നാലും ഇറങ്ങാതിരിക്കാൻ പറ്റില്ല, കാരണം നമുക്ക് സമയം വളരെ കുറവാണ്. അപ്പോൾ നേരെ ഇറങ്ങി നമുക്ക് പള്ളിയിലോട്ട് പോകാം. അപ്പോൾ പോണ വഴിക്ക് പറ്റിയ ചായ കുടിക്കണം, നല്ല തലവേദനയുണ്ട്. അപ്പോൾ ഇന്നത്തെ ഞങ്ങളുടെ ഔട്ട്ഫിറ്റൊക്കെ ഇതാണ് കേട്ടോ ഫ്രണ്ട്സ്. എൻ്റെ ഒരു ടോപ്പ്, ഇതൊരു വെസ്റ്റ് സൈഡിൽ നിന്ന് ഞാൻ ഓർഡർ ചെയ്ത ഒരു ഔട്ട്ഫിറ്റാണ്, ഒരു ലോങ് ഷർട്ടാണ്. ഇതാണ് ഇന്നത്തെ എൻ്റെ ഔട്ട്ഫിറ്റ്. സിമ്പിളാണ്, പ്രത്യേകിച്ച് ഇവിടെ ചൂടായതുകൊണ്ട് ഇതായിരിക്കും നല്ലതെന്ന് തോന്നുന്നു. ബ്ലാക്ക് ആയതുകൊണ്ട് എങ്ങനെയാണെന്ന് അറിയില്ല. എന്തായാലും നമുക്കൊന്ന് പോവാം. അപ്പോൾ ഇനി അവരൊക്കെ വന്നതുകൊണ്ട് അവർ റെഡിയായി അവരെയും വിളിച്ച് നമുക്ക് ഇറങ്ങാം. പോവാം. തിരിച്ചിരിക്കുന്ന വാള് എല്ലാം എടുത്താ, ഫോണൊക്കെ എടുത്താ. ഫ്രണ്ട്സ്, നമ്മൾ പൂജ ഹോളിഡേയ്സിൻ്റെ അന്നാണ് കേട്ടോ പോയത്. അപ്പോൾ ഞങ്ങൾ ചെന്ന ഫസ്റ്റ് ഡേ എന്ന് പറഞ്ഞാൽ ആയുധ പൂജയുടെ ദിവസമാണ്. അതുകൊണ്ട് തന്നെ അവിടെ നല്ല പാട്ടായിരുന്നു, റോഡ് ഫുള്ളും പാട്ടായിരുന്നു. ഞാൻ ജസ്റ്റ് കേൾപ്പിച്ചു തരാം. ഫ്രണ്ട്സ്, ആ പാട്ട് കേട്ടില്ലേ, നല്ല പാട്ടാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ നമ്മളെല്ലാവരും തുള്ളിപ്പോവും. ഡാൻസ് കളിക്കാൻ ഇഷ്ടമുള്ളവരൊന്നും ജസ്റ്റ് തുള്ളിപ്പോവും. ഇത് ആ കാണുന്ന ഓട്ടോ ഉണ്ട്, അതിൻ്റെ അടുത്താണ് ആ സ്പീക്കർ ഇരിക്കുന്നത്. അവിടെ നിൽക്കുന്ന ആൾക്കാരൊക്കെ ഡാൻസ് കളിക്കുന്നവരൊക്കെ ഉണ്ട് കേട്ടോ. കുറേ പേര് ഡാൻസ് കളിക്കുന്നുണ്ട്. ഇതുപോലെ ഓരോ സ്ട്രീറ്റിലും ഓരോ വഴിയുടെ ഓരോ ഭാഗത്തും നമുക്ക് ഇതേപോലത്തെ വലിയ സ്പീക്കറിൽ പാട്ട് വെച്ചേക്കണുണ്ട് എല്ലായിടത്തും. ഓക്കെ, അപ്പോൾ പോകുന്ന വഴിക്ക് നമ്മുടെ പള്ളിയുടെ തൊട്ടടുത്തുള്ളൊരു നമ്മുടെ ഹോട്ടലിൻ്റെ തൊട്ടടുത്തുള്ള പള്ളിയാണ് സെൻറ്റ് സെബാസ്റ്റ്യൻ ചർച്ച്. അപ്പോൾ അവിടെയാണ് നമ്മൾ ആദ്യം കയറി പ്രാർത്ഥിക്കാൻ പോകുന്നത്. നമ്മൾ താമസിക്കുന്ന മോർണിംഗ് സ്റ്റാർ ചർച്ചിൻ്റെ അടുത്താണ്. ഇവിടുന്ന് ഒരു 5 മിനിറ്റ് മേലെ നമുക്ക് നടക്കാനുണ്ട് നമ്മുടെ മെയിൻ ചർച്ച്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഇവിടെ കയറി ഒന്ന് പ്രാർത്ഥിക്കാം. ഫ്രണ്ട്സ്, പള്ളിയിലെത്തി പ്രാർത്ഥിച്ച് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. പോകുന്ന വഴിക്ക് നമുക്ക് ഒരുപാട് കച്ചവടക്കാരെ നമുക്ക് കാണാൻ പറ്റും. പിന്നെ അതുകൂടാതെ നല്ല ട്രാഫിക്കായിരുന്നു കേട്ടോ. പ്രത്യേകിച്ച് ഞാൻ പറയില്ല, ആയുധ പൂജ ചെയ്തുകൊണ്ട് തന്നെ അവിടെ ഫുൾ നല്ല തിരക്കായിരുന്നു. നമ്മൾ ചെന്ന സമയം എന്ന് പറഞ്ഞാൽ അടിപൊളി സമയമായിരുന്നു, ഒടുക്കത്തെ തിരക്കായിരുന്നു. അപ്പോൾ നമ്മൾ ഒരു ചായ കുടിക്കണമെന്നുണ്ട്. അപ്പോൾ ഓരോ കട അന്വേഷിച്ച് പോകണമായിരുന്നു. അപ്പോൾ കുറച്ച് പേർക്ക് കാപ്പി, കുറച്ച് പേർക്ക് ചായ, അങ്ങനെയായിരുന്നു. പക്ഷേ ഇവിടെ ഞങ്ങൾ ഫസ്റ്റ് കയറിയ കടയിൽ, ചായക്കടയിൽ ചായ മാത്രമേ ഉള്ളൂ, കാപ്പിയില്ല. അപ്പോൾ രണ്ടും കൂടി കിട്ടുന്ന സ്ഥലത്ത് പോകാമെന്നോർത്ത് ഞങ്ങൾ അവിടെ നിന്ന് പിന്നെയും നടന്ന് ഇവിടെ കണ്ടു ഒരുപാട് വെള്ളം വെച്ചേക്കണം, വെള്ളം മിനറൽ വാട്ടറൊക്കെ വെച്ചിട്ടുണ്ട്. കാരണം വന്ന് കുക്ക് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. പിന്നെ ഹോട്ടലിലൊക്കെ താമസിക്കുന്നത്. ഇത് കണ്ടോ, ഇവിടെയൊക്കെ പാത്രങ്ങൾ കണ്ടോ ഗൈസ്, ഒരുപാട് പാത്രങ്ങൾ. ഇതിപ്പോൾ ചെറിയ സാമ്പിളായിട്ട്, ഇതുപോലെ ഇനി ഒരുപാട് കടകൾ നമുക്ക് കാണാം. കാരണം ഇവിടെ വന്ന് കുക്ക് ചെയ്യുന്നവരുണ്ട്. പണ്ടൊക്കെ ഞങ്ങൾ കുക്ക് ചെയ്യായിരുന്നു കേട്ടോ. അതായത് ആ സമയത്തൊന്നും എനിക്ക് യൂട്യൂബ് ചാനലൊന്നും ഇല്ല. എൻ്റെ കല്യാണം കഴിഞ്ഞ സമയത്തൊക്കെ ഞങ്ങൾ പാരൻസായിട്ട് ഞങ്ങളെല്ലാവരും കൂടെ വരുമായിരുന്നു. വലിയ
വലിയൊരു വാനിലൊക്കെ അടിപൊളിയായിരുന്നിട്ടത് വന്ന് നമ്മൾ കുക്ക് ചെയ്യലും ഒക്കെ ആയിട്ട് അടിപൊളി. അത് വേറൊരു വൈബായിരുന്നു കേട്ടോ അന്നൊക്കെ. അപ്പോൾ അതിപ്പോൾ ആർക്കും പറ്റില്ല, കാരണം എല്ലാവരുടേതായ തിരക്കുകളായി. നമുക്കിനി കുക്ക് ചെയ്ത് സമയമൊന്നും ഇല്ല. അപ്പോൾ അതുകൊണ്ട് ഒന്ന് റെസ്റ്റ് കിട്ടുന്നൊരു സമയമല്ലേ നമ്മൾ വീട്ടിലൊക്കെ കുക്ക് ചെയ്ത്. അതുകൊണ്ട് നമ്മളിത് ഇങ്ങനെ ഇതുപോലെ വന്ന് ഭക്ഷണം കഴിച്ച് പുറത്തുനിന്ന് കഴിക്കണം. ഇത് ഹോട്ടൽ ഗോൾഡൻ സാൻഡ് ഉണ്ട്. കഴിഞ്ഞ മുമ്പത്തെ പ്രാവശ്യം വന്നപ്പോൾ ഞങ്ങൾ അവിടെയാണ് റൂം എടുത്ത്. നല്ല റൂംസ് ആയിരുന്നു കേട്ടോ. ഉണ്ട് ഇതുപോലെ ഒരുപാട് കച്ചവടക്കാരുണ്ട് കേട്ടോ ഗൈസ്. എനിക്കൊരു സാധാരണ ഇതിനേക്കാളും കുറച്ച് കൂടുതലുണ്ട്. പ്രത്യേകിച്ച് ആയുധ പൂജ ചെയ്തുകൊണ്ട് അതിൻ്റെതായ ഒരുക്കങ്ങൾക്ക് വേണ്ടിയുള്ളത് ഇതുണ്ട്. മറ്റേ ഈരുവാല് ചീപ്പൊക്കെ ഇല്ല, അതൊക്കെ ഉണ്ടാക്കണത് ഗൈസ്. ഇവിടെയാണ് നമ്മളുടെ പള്ളി വകയുള്ള റൂംസ് ബുക്ക് ചെയ്യുന്ന സ്ഥലം. ഇവിടെയാണ് നമുക്ക് വന്ന് ബുക്ക് ചെയ്യേണ്ടത്. ഞാൻ ഇതുവരെ എടുത്തിട്ടില്ല കേട്ടോ. പക്ഷെ ഒരുപാട് പേര് നല്ലതാണെന്നും പറയുന്നുണ്ട്, ചിലവർ അത്ര പോരാന്ന് പറഞ്ഞു. എനിക്കറിയില്ല, അതുകൊണ്ട് എനിക്ക് അതിനെക്കുറിച്ച് അഭിപ്രായം ഞാൻ പറയുന്നില്ല. അപ്പോൾ ഇതേ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരുപാട് കച്ചവടങ്ങളും കരയൊക്കെ കണ്ട് അതേ ഞങ്ങളൊരു ടീ ഷോപ്പിലെത്തി. ഇവിടെ രണ്ടും ഉണ്ട്, ചായയുണ്ട് കാപ്പിയുണ്ട്. അപ്പോൾ ഇതേ ഇവിടെ നമുക്ക് കയറി ചായ കുടിച്ചിട്ട് പോവാം. ഇവിടെ 2, പിന്നെ നിങ്ങൾക്ക് 2. ഞങ്ങൾക്ക് 3. നല്ല വഴി. ഫ്രണ്ട്സ്, ഇപ്പോൾ ഈ കയറിയതാണ് സെക്കൻഡ് ചർച്ച്. ഇപ്പോൾ ഞങ്ങൾ ഇനി അടുത്ത പള്ളിയിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഒരു ഇവിടെ നിന്നുള്ളൊരു വ്യൂ ഇതൊക്കെയാണ്. നമ്മുടെ മെയിൻ ചർച്ചാണ് ആ കാണുന്നത്. ആ മെയിൻ ചർച്ചിൻ്റെ ഫ്രണ്ട് ഫേസും ഉണ്ട്, ബാക്ക് ഫേസും ഉണ്ട്. 2 രീതിയിലാണ്. അതായത് ഫ്രണ്ടിൽ നിന്നൊരു വ്യൂ ഉണ്ട്, അവിടെ ഒരു പള്ളി, അതാണ് മെയിൻ പള്ളി, പഴയ പള്ളി. അതുപോലെ തന്നെ ഇപ്പുറത്ത് ബാക്കിൽ ഈ കാണുന്നില്ലേ, ഇതാണ് അതിൻ്റെ ബാക്കിൽ വരുന്ന പള്ളി. അങ്ങനെ 2 പള്ളിയാണ് വരുന്നത്. ഇത് കപ്പൽ പള്ളി എന്നൊക്കെ പറയും. ഇവിടെയാണ് നമ്മുടെ പണ്ട് സുനാമിയൊക്കെ വന്നപ്പോൾ ആൾക്കാരൊക്കെ കയറി നിന്നതൊക്കെ ഇവിടെയും. പിന്നെ നമ്മുടെ മോർണിംഗ് ചർച്ചിലൊക്കെയാണ് രക്ഷപ്പെട്ടത്. ഉണ്ടോ, ഇവിടെ നല്ല വ്യൂ ആണ് കാണുന്നത്. കഴിഞ്ഞ കൊല്ലങ്ങളിലൊക്കെ വന്നത് വെച്ച് നോക്കുമ്പോൾ ഈ പ്രാവശ്യം എനിക്ക് ഫീൽ ചെയ്തത് കുറച്ചും കൂടെ നമ്മുടെ ഈ ഏരിയയൊക്കെ ക്ലീൻ ആയിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇപ്പം മഴയില്ലാത്തതുകൊണ്ടാണെന്ന് അറിയില്ല. നല്ല എന്നാലും പണ്ടൊക്കെ നോക്കുമ്പോൾ നമ്മൾ ഈ വഴിയൊക്കെ നടപ്പാതെയൊക്കെ അഴുക്കൊക്കെ ആയിട്ട് എന്തെങ്കിലുമൊക്കെ അഴുക്കൊക്കെ ആയിട്ട് ഉണ്ടാവും. നമുക്ക് നടക്കുമ്പോൾ അത്ര ഒരു കംഫോർട്ടല്ലായിരിക്കും. പക്ഷേ ഈ പ്രാവശ്യം അങ്ങനെയല്ല കേട്ടോ. ഞാൻ ഇതുവരെ കണ്ടത് വെച്ച് നോക്കുമ്പോൾ ബെറ്റർ ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്ത്. നല്ല ക്ലീൻ ആയിട്ടാണ് നമ്മുടെ ഇവിടെ എല്ലാം അവർ നല്ല ഭംഗിക്കാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ വേണം എന്നാലാണ്, കാരണം ഇത്രയും തീർത്ഥാടകർ വരുന്ന സ്ഥലമല്ലേ. അപ്പോൾ അതുപോലെ ക്ലീനായിട്ട് വന്ന് നമ്മൾ വരുന്നവരും അതേപോലെ ക്ലീനായിട്ട് വെക്കും. ഇനി നമുക്ക് ഈ പള്ളിയിലോട്ട് പോകട്ടെ. മേളത്തെ പള്ളിയിലോട്ടാണ് നമ്മൾ കയറാൻ പോകുന്നത്. ഞാൻ കഴിഞ്ഞ കൊല്ലം വന്നപ്പോഴാണ് ഈ മേളത്തെ പോർഷനിലുള്ള പള്ളിയിൽ കയറിയത് ആദ്യമായിട്ട്. ഇപ്പം 2ാമത് കയറാൻ പോവാണ് കേട്ടോ. ഇവിടെ നോക്കുമ്പോൾ കാണിച്ചു തരാം. കണ്ടോ, ഇതാണ് താഴത്തെ പള്ളി. പക്ഷേ അത് അടച്ചിട്ടേക്കണമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അങ്ങോട്ട് കയറാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് മേളിൽ പോയി പ്രാർത്ഥിച്ചിട്ട് വരാം. ഫ്രണ്ട്സ്, നമ്മൾ മുട്ടിനഴയുന്ന പള്ളിയില്ലേ, അതാണ് ആ കാണുന്നത്. അതിൻ്റെ അപ്പുറത്ത് നമ്മുടെ ഈശോയുടെ രൂപം നമുക്കിവിടെ നോക്കിയാൽ കാണാവുന്നതാണ്. ഇവിടെ നോക്കുമ്പോൾ ഈശോയുടെ രൂപം ഇങ്ങനെ നിൽക്കുമ്പോൾ നല്ല രസമാണ്. ഫ്രണ്ട്സ്, നമ്മൾ പള്ളിയുടെ അവിടെ നിന്ന് ഇറങ്ങി അടുത്ത സ്ഥലത്തോട്ട് പോവാണ്. ഇപ്പോൾ നമ്മൾ അടുത്തത് വന്നിരിക്കുന്നത് മെഴുകുതിരിയൊക്കെ കത്തിക്കുന്ന സ്ഥലമാണ് കേട്ടോ. അതായത് നമ്മുടെ മെയിൻ ചർച്ചിൽ അതിന് തൊട്ട് പുറകിലായിട്ടാണ് ഈ ഒരു പ്ലേസ് വരുന്നത്. നമ്മൾ വാങ്ങുന്ന മെഴുകുതിരിയൊക്കെ കത്തിക്കുന്ന മെയിൻ സെൻറ്റർ ഇവിടെയാണ് നമ്മളിതെല്ലാം പ്രാർത്ഥിച്ച് എല്ലാവരും മെഴുകുതിരി എല്ലാം കത്തിക്കുന്നത്. ഒപ്പം ഇതിൻ്റെ പുറകിലായിട്ട് ഉപ്പും കുരുമുളകും അവരവിടെ വെച്ചിട്ടുണ്ട് നേർച്ചയായിട്ട്. ഇതൊക്കെയാണ് ഇവിടുത്തെ മെയിനായിട്ടുള്ള 2-3 നേർച്ച.
ഇനിയും കുറേ ഉണ്ട് കേട്ടോ. ഞങ്ങൾക്ക് പോകുന്ന വഴിക്ക് ഓരോന്നോരോന്നും കാണിച്ചു തരാം. ഫ്രണ്ട്സ്, നമ്മുടെ പള്ളിയിൽ ഇപ്പോൾ തേര് തുടങ്ങാൻ പോകണം. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ അവർ ഗേറ്റ് എല്ലാം ക്ലോസ് ചെയ്ത് ഫുൾ കവർ ചെയ്യും. കാരണം അതിലെല്ലാ ആളുകളും മാത്രം ഇട്ട് തേര് പോലെ ഇങ്ങനെ പ്രദിഷ്ടം പോലെ നമ്മുടെ പള്ളിയിൽ ചുറ്റും. അപ്പോൾ അതൊരു 1 hour പിടിക്കും. അപ്പോൾ ഞങ്ങൾ ആ സമയം കൊണ്ട് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്തു. അപ്പോൾ നമുക്ക് ചർച്ച് ക്യാൻറ്റീൻ ഞാൻ കാണിച്ചു തരാം. ഇതാണ് പുതിയ ക്യാൻറ്റീൻ. പണ്ട് ഉണ്ടായിരുന്ന ക്യാൻറ്റീനാണ്, പക്ഷേ ഇപ്പോൾ ഒരുപാട് മാറ്റങ്ങൾ റിനോവേഷനൊക്കെ അവർ നടത്തി. അപ്പോൾ ഞാൻ കുറച്ച് വീഡിയോസിലൊക്കെ കണ്ടായിരുന്നു. അപ്പോൾ നമുക്കൊന്ന് കയറി നോക്കാം എന്താണ് മാറ്റങ്ങൾ വന്നേക്കണത്. എൻ്റെ പഴയ വീഡിയോസ് കണ്ടവർക്ക് അറിയാൻ പറ്റും നമ്മുടെ പഴയ ക്യാൻറ്റീൻ. ഇത് ഇപ്പോൾ കയറുമ്പോൾ തന്നെ ഫുൾ ഇൻറ്റീരിയറൊക്കെ നല്ല മാറ്റമുണ്ട് കേട്ടോ. നല്ല രസമുണ്ട്. നല്ല അറേഞ്ച്മെൻ്റ് ആയിട്ട് ഓരോ സെക്ഷനായിട്ട് തിരിച്ച് അവർ വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഐസ്ക്രീമിന് ഒരു സെക്ഷൻ, ടീ കോഫി ഒരു സ്നാക്സ് ഒരു സെക്ഷൻ, അങ്ങനെ ഓരോന്നിനും ഓരോ സെക്ഷനായിട്ട് അവർ തിരിച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് അത് കുറച്ചും കൂടെ ഒരു വെൽ അറേഞ്ച് ചെയ്താണ് അവർ ചെയ്തിരിക്കുന്നത്. ജ്യൂസിനൊക്കെ വേറൊരു സെക്ഷൻ കൊടുത്തിട്ടുണ്ട്. കണ്ടോ, നല്ല സ്നാക്സ് ഐറ്റംസിന് സെപ്പറേറ്റ് ഒരു സെക്ഷൻ, അപ്പോൾ ഫാസ്റ്റ് ഫുഡ് ഐറ്റംസ്, അങ്ങനെ ഓരോരോ സെക്ഷനായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് അടുത്തതിന് ഉള്ളിലോട്ട് റെസ്റ്റോറൻറ്റ്. നേരത്തെ ഇവിടെ നമുക്ക് ഇരുന്ന് ചായ കുടിക്കാനുള്ള സ്പേസ് ഉണ്ടായി. ഇനി നമ്മൾ റെസ്റ്റോറൻറ്റിൽ പോകണം. ഇവിടെ വെജ് മാത്രമേ ഉണ്ടാവുള്ളൂ കേട്ടോ മെയിനായിട്ട്. അപ്പോൾ ഇതേ വെജ് റെസ്റ്റോറൻറ്റിൽ കയറാണ്. ജസ്റ്റ് അവിടെ അധികം ഇല്ലാത്തത് ഞാൻ കൂടുതൽ കാണിക്കുന്നില്ല. അവിടെയൊക്കെ ഏകദേശം പഴയ പോലെ, പക്ഷെ നല്ല രീതിയിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ടേബിളൊക്കെ. ഇവിടെയാണ് ക്യാഷ് കേട്ടോ. ഇവിടെ നമുക്ക് ചായ 10 രൂപ, കോഫി 15, എല്ലാം നല്ലതാണ്. ഞങ്ങൾ എപ്പോഴും കഴിഞ്ഞതൊക്കെ വന്ന് കുടിക്കാറുള്ളതാണ്. കേസരി 35, വെജ് മീൻസ് 75 രൂപ, 10 ഇഡ്ഡലി 10 ദോശ, അത്യാവശ്യം കുഴപ്പമില്ലാത്ത പ്രൈസൊക്കെയാണ്. അപ്പോൾ ഇവിടെ ഒന്നും കുറേ പേര് കഴിക്കണം. അപ്പോൾ ഞങ്ങൾ ഇവിടെ നിന്ന് കഴിക്കണം. അപ്പോൾ ഞാൻ ജസ്റ്റ് നിങ്ങളൊന്ന് പരിചയപ്പെട്ട് നമുക്ക് ഈ അടുത്ത സ്പോട്ടിലേക്ക് പോവാം. ഫ്രണ്ട്സ്, നമ്മുടെ പള്ളിയുടെ സൈഡിൽ തന്നെ ഒരുപാട് കടകളുണ്ട്. ടീപ്പൂരി ഐറ്റംസ്, നേർച്ച ഐറ്റംസ്, കുറേ സ്നാക്സ്. ഇത് അവിടെയൊക്കെ കുറേ ചേച്ചിമാർ നമ്മളെ കാണുമ്പോൾ അവരിങ്ങനെ വിളിക്കും, വാ ഇങ്ങോട്ട് വന്ന് വാങ്ങുന്നൊക്കെ പറഞ്ഞ്. ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഒന്ന് വാങ്ങിച്ചായിരുന്നു കേട്ടോ. പിന്നെ ഇത് ആയുധപൂജ ചെയ്തുകൊണ്ട് തന്നെ എല്ലാ കടകളുടെ മുമ്പിലും കോലങ്ങളൊക്കെ വെച്ച് കഴുകി വൃത്തിയാക്കി കോലങ്ങളൊക്കെ ഇട്ട് നല്ല ഭംഗിയായിട്ട് അറേഞ്ച് ചെയ്ത് എല്ലാവരും വെച്ചിട്ടുണ്ട്. അതേ ഇപ്പോൾ ഒരു ചേച്ചി ഇതേ ഒരു കടയുടെ ഫ്രണ്ടിൽ കോലം വരക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ജസ്റ്റ് കണ്ടപ്പോൾ ഞാൻ അതൊന്ന് ഷൂട്ട് ചെയ്ത്. കാരണം നമ്മളൊക്കെ നേരിട്ട് ഇങ്ങനെ കോലം ഇടുന്നതൊക്കെ കാണുന്നത് അപൂർവമുള്ള കാഴ്ചകളാണ് അല്ലേ. ഇത് ആയുധപൂജ ചെയ്തുകൊണ്ടാണ് ഇന്നിങ്ങനെ സ്പെഷ്യൽ. അവിടെ ഇന്ന് മതമൊന്നുമില്ല. ക്രിസ്ത്യൻസും ഹിന്ദുസും ഒക്കെ തമിഴ്നാട്ടിലെല്ലാം കോലം ഇടും, പ്രത്യേകിച്ച് വിശേഷ ദിവസങ്ങളൊക്കെ. സീഫഞ്ഞൻ്റെ കസിൻ ചേച്ചിമാരൊക്കെ ഇടുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. വേറൊരു ചേച്ചി അടുത്ത കടയിലിടുന്നു. പ്രത്യേകിച്ച് സന്ധ്യയായി സമയം ഒരു 5:30-6 മണിയൊക്കെ ആവാറ്. അപ്പോൾ അതിന് മുമ്പായിരിക്കും അവർ ഇതൊക്കെ ചെയ്ത് നല്ല ഡെക്കറേറ്റ് ചെയ്യണത്. വാഴ, അങ്ങനെ വാഴക്കൊലയൊക്കെ വെച്ച് വാഴ, അങ്ങനെയുള്ള ഒരുപാട് ഡെക്കറേഷൻസ് ഈ ആയുധപൂജ ചെയ്തുകൊണ്ട് തന്നെ അവരെല്ലാ കടകളിലും, നമുക്കൊരിത് മിക്ക കടകൾ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും അവരതിനു വേണ്ടിയുള്ള സ്പെഷ്യൽ ഇത് ചെയ്യുന്നത്. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ വന്നപ്പോൾ കുൽഫി കഴിച്ചൊരു കട തപ്പി നടക്കണുണ്ട് ഞങ്ങൾ കട നോക്കുക. കാരണം നല്ല വെയിലായിരുന്നല്ലോ. അപ്പോൾ അവസാനം ഞങ്ങൾ നോക്കി ഒരു കട കിട്ടി. അന്ന് വാങ്ങിച്ച കട ഞങ്ങൾ കണ്ടില്ല. അപ്പോൾ തൊട്ടടുത്ത് തെരുവിലൊക്കെ നമുക്ക് ഇതുപോലെ ഒരുപാട് ഫ്രൂട്ട്സ് ഐറ്റംസും ഒക്കെ വിൽക്കുന്ന കടകളൊക്കെ ഉണ്ട്. അപ്പോൾ ഞങ്ങളിതേ ഇനി അടുത്ത കുൽഫി വാങ്ങിക്കാൻ വേണ്ടി പോവാണ്. ഒരു കട കിട്ടി. അപ്പോൾ അടുത്ത ലക്ഷ്യം കുൽഫി കഴിക്കുക എന്നാണ്. പിന്നെ ഞാൻ എൻ്റെ ചെറിയൊരു കംപ്ലൈൻറ്റ് വന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് ഇപ്പോൾ വോയിസ് ഓവർ കൊടുക്കേണ്ടി വന്നത്. അതുകൊണ്ട് റിയൽ സൗണ്ട് ഞാനവിടെ മ്യൂട്ട് ചെയ്ത്. കൂടാതെ അവിടെ ഞാൻ പറഞ്ഞില്ല പാട്ടൊക്കെ വെച്ചിരിക്കുന്നതുകൊണ്ട് ഭയങ്കര സൗണ്ട് ഡിസ്റ്റർബൻസ് ഉണ്ട്. അപ്പോൾ അത് ഫുൾ ടൈം വെക്കാൻ പറ്റില്ല. വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കോപ്പിറൈറ്റ്സ് അടിക്കും. അപ്പോൾ അതുകൊണ്ട് ആണ് ഞാൻ ഈ വോയിസ് ഓവർ കൊടുക്കേണ്ടി വന്നത്. കുൽഫിയൊക്കെ കഴിച്ച് എല്ലാവരും ഒന്ന് റിലാക്സ് ആവാണ്. ഇതാണ് ഹോട്ടൽ ഡ്രാവിഡർ. ലാസ്റ്റത്തെ ഞങ്ങളുടെ വരവിന് ഞങ്ങൾ ഇവിടെയാണ് റൂം എടുത്തത്. നല്ല അടിപൊളി റൂമായിരുന്നു. അതുമാത്രമല്ല ഭയങ്കര എളുപ്പമായിരുന്നു നമുക്ക് ആക്സസ് ചെയ്യാൻ. പള്ളിയിലോട്ടും ബീച്ചിലോട്ടും എല്ലാം ഭയങ്കര എളുപ്പമായിരുന്നു. അപ്പോൾ ഈ പ്രാവശ്യം ഞങ്ങൾക്ക് അവിടെ റൂം കിട്ടിയില്ല. ഇവിടെ ആയുധപൂജയെ പ്രമാണിച്ച് നമ്മുടെ ഇവിടെ ഫുള്ള് ഓരോരോ സൈഡ് വലിയ വലിയ സ്പീക്കറൊക്കെ വെച്ചിട്ട് കാണാൻ പറ്റുന്നില്ല. മറ്റൊരു വലിയൊരു സ്പീക്കറുണ്ട്. ആ സ്പീക്കറൊക്കെ വെച്ചിട്ട് ഫുൾ പാട്ടാണ് കേട്ടോ. ഇപ്പോഴൊന്ന് പാട്ട് നിർത്തത്. അപ്പം അതുകൊണ്ട് നമ്മൾ താഴൊടിച്ച് ഇവിടെ ചേട്ടന്മാരൊക്കെ എടുത്ത് ഡാൻസൊക്കെ കളിക്കുന്നുണ്ടായിരുന്നു. രസമാണ്. ഫുൾ പാട്ട് വൈബാണ്.
ഗൈസ് ഇനി നമ്മൾ അടുത്ത് പോയിക്കൊണ്ടിരിക്കുന്നത് ബീച്ചിലോട്ടാണ് കേട്ടോ. ബീച്ച് റോഡ് എന്ന് പറയും. അതായത് നമ്മുടെ മെയിൻ പള്ളിയുടെ സെൻറ്ററിലുള്ള വഴിയില്ലേ ബീച്ചിലേക്കുള്ള ആ എൻട്രൻസ് അല്ല, ഇപ്പോഴത്തെ ഹോട്ടൽ ഡ്രാവിഡർ ഇല്ലേ അതിൻ്റെ സൈഡിൽ കൂടെ ഒരു ബീച്ച് റോഡ് ഉണ്ട്. ആ റോട്ടിൽ കൂടെയാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ അവിടെയാണ് ഞാൻ പറഞ്ഞില്ലേ ഇനി കാണാനിരിക്കണുള്ളൂ എന്ന് പറഞ്ഞാൽ ഒരുപാട് പാത്രക്കട. ഇതെല്ലാം വാടകയ്ക്ക് കൊടുക്കാൻ വെച്ചിരിക്കുന്ന പാത്രക്കടയാണ് നിങ്ങളിപ്പോൾ എല്ലാം കണ്ടത്. അപ്പോൾ നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ബീച്ച് റോഡ് കേട്ടോ. ബീച്ച് റോഡിൻ്റെ ആ ഭാഗത്തോട്ട് ഇവിടെയൊക്കെ ട്രാവൽസൊക്കെ പാർക്കിങ് വണ്ടിയൊക്കെ പാർക്ക് ചെയ്യണ മെയിൻ സ്ഥലമുണ്ട്. ഇത് കണ്ട കുറച്ച് ചേച്ചിമാർ ഇങ്ങനെ ചെറിയ ചെറിയ കടികൾ വിൽക്കണതും അങ്ങനെയുള്ള ഒരുപാട് കടകളൊക്കെ നമുക്കിപ്പോൾ കാണാം. എനിക്ക് തോന്നുന്നു കഴിഞ്ഞ പ്രാവശ്യത്തിനേക്കാളൊക്കെ ഈ പ്രാവശ്യം ആയുധ പൂജ ചെയ്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല കുറേ കച്ചവടക്കാർ കൂടിയിട്ടുണ്ട്. ഇവിടെ ബീച്ച് സൈഡിൽ നമുക്ക് പിന്നെ കാണാവുന്നൊരു കാഴ്ചയാണ് ഈ ഉണക്കമീൻ വിൽക്കുന്നത്. ഒരുപാട് ചേച്ചിമാർ ഇതുപോലെ ആയിരുന്നു പലതരത്തിലെ മീൻ, അയില, വറ്റ, പിന്നെ ചെറിയ ചെറിയ സൂചിക്കൊഴുവ, നങ്ക്, പിന്നെ അതുപോലെ വേറെയും കുറേ മീനുകളുണ്ട് കേട്ടോ. ഇവിടെയൊക്കെ ഒരുപാട് ഉണക്കമീനുകളുണ്ട്, വെറൈറ്റി ആയിട്ടുള്ള ഒരുപാട് മീനുകൾ. പക്ഷെ എങ്ങനെയാണ് നല്ലതാണെന്നൊന്നും എനിക്കറിയില്ല, നമ്മൾ വാങ്ങാറുമില്ല. ഒരുപാട് ചേച്ചിമാർ ഇതുപോലെ ഇന്ന് കച്ചവടത്തുണ്ട്. എൻ്റെ ചെറിയ കുട്ടി ഗെയിംസൊക്കെ എനിക്ക് തോന്നുന്നു മറ്റേ റിങ് അറിയുന്നതാണെന്ന് കേട്ടോ. ഇതുപോലുള്ള കുട്ടി ഗെയിംസിന് വേണ്ടിയൊക്കെ അവർ വെച്ചിട്ടുണ്ട്. നമ്മളങ്ങനെ ബീച്ച് സൈഡിലേക്ക് എത്തി. ഫ്രണ്ട്സ്, ഈ കാണുന്ന സ്റ്റെപ്പൊക്കെ ആയിട്ടുള്ള ഒരു ബിൽഡിംഗ് കണ്ടോ? എൻ്റെ കഴിഞ്ഞ പ്രാവശ്യത്തെ വീഡിയോ കണ്ടിട്ടുള്ളവർക്ക് അറിയാൻ പറ്റും. ഇതൊക്കെ പൊട്ടിപ്പൊളിഞ്ഞ് ഇതായിട്ടിരിക്കുക. അതായത് നമ്മുടെ ഇത് വന്നില്ലേ സുനാമി വന്ന സമയത്ത് ഇടിഞ്ഞിട്ട് ഇതായിരിക്കണമായിരുന്നു. അപ്പോൾ ഇതൊക്കെ റീകൺസ്ട്രക്റ്റ് ചെയ്ത് ഇപ്പം നല്ല പുത്തനാക്കിയേക്കണം കേട്ടോ. അതൊക്കെ നല്ല വെൽ മെയിൻറ്റെയിൻ ചെയ്ത നല്ല കാര്യം. അപ്പോൾ അതിൻ്റെ മേളിൽ പോയി നമുക്ക് ആൾക്കാർക്ക് കാണാൻ പറ്റും. ബീച്ചൊക്കെ ആകെ മാറിപ്പോയിട്ടുണ്ട്. ആളുകൾ കൂടി, കച്ചവടക്കാർ കൂടി, ഫുൾ മാറിയിട്ടുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ഈ വീഡിയോ ഇവിടെ നിർത്താണ്, കാരണം അധികം നീട്ടി വലിച്ച ഇനി ഓവർ ലെങ്തായി പോവും. അപ്പോൾ ബാക്കി വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ ഫ്രണ്ട്സ്.